من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ويوم يعض الظالم على يديه يقول يا ليتني اتخذت مع الرسول سبيلا يا ويلتى ليتني لم أتخذ فلانا خليلا. يا أيها الناس أوصيكم وإياي أولا بتقوى الله. ഏറെ സ്നേഹനീയരായ സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, രക്ഷിതാക്കളെ, അള്ളാഹുവിന്റെ വിധിവിലക്കൽ അനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. വീണ്ടും ഒരു അവധിക്കാലത്തിലേക്ക് നമ്മുടെ നാടും വിദ്യാലയങ്ങളുമെല്ലാം പ്രവേശിച്ചു കഴിഞ്ഞു. സ്വാഭാവികമായും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷമുള്ള ദിനങ്ങളാണ് ഇനിയുള്ളതെങ്കിൽ രക്ഷിതാക്കൾ ഏറെ ആശങ്കയിലും ബേജാറിലുമാണ് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഒരു പക്ഷേ മക്കൾ വീട്ടിലിരിക്കുക എന്നതിനേക്കാൾ അവർ സമീപ പ്രദേശങ്ങളിൽ പോയി ഉണ്ടാക്കുന്ന പ്രയാസങ്ങളോ അവരുടെ ശരീരത്തിൽ തന്നെ സംഭവിക്കുന്ന അപകടങ്ങളോ ഒക്കെയാണ് ഈ ഒരു ബേജാറിന്റെ കാരണമായി പലപ്പോഴും രക്ഷിതാക്കൾ പങ്കുവെക്കാറുള്ളത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഏതൊരു കാര്യത്തിലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ചില നിയമങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടല്ലോ. ഒരു അവധിക്കാലം വരുന്ന സമയത്ത് നമ്മുടെ മക്കളുടെ കാര്യത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു രക്ഷിതാവെന്ന നിലക്ക് രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഒരു വിദ്യാർത്ഥി എന്ന നിലക്ക് തന്റെ അവധിക്കാലം എങ്ങനെയായിരിക്കണം, ഈ രണ്ടു ഭാഗവും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു ഖുതുബ നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് പല ആളുകളും വളരെ ബേജാറോടുകൂടി പല രക്ഷിതാക്കളും മക്കളുടെ കാര്യം പറയുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട വിഷയം, നമ്മുടെ മക്കളെ നമ്മുടെ കയ്യിലേക്ക് സ്വസ്ഥമായി സമാധാനപൂർവ്വമായി നമുക്ക് വളർത്താൻ കിട്ടുന്ന ഒരു സമയമാണ് ഈ അവധിക്കാലം എന്നുള്ളത്. ഒരു പക്ഷേ ഈ അവധിക്ക് തൊട്ട് മുമ്പുള്ള അവസ്ഥകൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. കുട്ടികൾക്ക് നല്ല ഭക്ഷണം പോലും കൊടുക്കാൻ കഴിയാതെ രാവിലെ നേരത്തെ വീട്ടിൽ നിന്നും പുറപ്പെടുന്ന കുട്ടികളുണ്ട്. 7 മണിയാകുമ്പോഴേക്കൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങി സ്കൂളുകളിലേക്കോ അല്ലെങ്കിൽ ട്യൂഷൻ സെന്ററുകളിലേക്കോ പോയി പിന്നെ വൈകുന്നേരം ചിലപ്പോൾ ട്യൂഷൻ കഴിഞ്ഞിട്ടൊക്കെ രാത്രി
ഏറെ തളർന്ന് വീട്ടിൽ വന്ന് കിടക്കുന്ന ഒരവസ്ഥയാണ് പലപ്പോഴും മക്കളിൽ കാണാറുള്ളത്. അഥവാ 24 മണിക്കൂറിൽ ഉറങ്ങാനുള്ള കുറച്ച് സമയം മക്കളെ കിട്ടുന്നു എന്നതല്ലാതെ അവരോടൊന്നിച്ചിരിക്കാനോ അവർക്ക് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കാനോ പലപ്പോഴും രക്ഷിതാക്കൾക്ക് സാധിക്കാറില്ല. അതേപോലെ തന്നെ മക്കളെ സംബന്ധിച്ചിടത്തോളവും അങ്ങനെ തന്നെ. അവർക്ക് മാതാപിതാക്കൾ എന്നുള്ളത് കേവലം ഭക്ഷണം നൽകാനും അതേപോലെ തന്നെ അവരുടെ ഫീസ് കെട്ടാനും അവരുടെ ചില നിർദ്ദേശങ്ങൾ പരിഹരിക്കാനും ഒക്കെയുള്ള ചില ആളുകൾ. ഈ ഒരു നിലക്കാണ് മക്കള് ഈ ദിവസങ്ങൾ വരെ രക്ഷിതാക്കളെ കണ്ടതെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇനിയുള്ള ദിവസം എങ്ങനെയായിരിക്കണം നമ്മുടെ ഈ അവധിക്കാലം? ഒരു രക്ഷിതാവ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു വിദ്യാർത്ഥി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള 10 കാര്യങ്ങളെ കുറിച്ച് ഓർമ്മപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ ഒന്നാമത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അവധിക്കാലം നമുക്ക് കിട്ടുമ്പോൾ അതിൽ കൃത്യമായ ഒരു ഡെയിലി റൊട്ടീൻ, കൃത്യമായ ദിനചര്യകൾ ഉണ്ടാകുക എന്നുള്ളതാണ്. ഓരോന്നിനും ഒരു ടൈം ഷെഡ്യൂൾ വെക്കുക. നമ്മുടെ കുട്ടികൾ മദ്രസയിൽ പോകുന്നുണ്ടെങ്കിൽ ആ മദ്രസയിൽ ഒരു ടൈം ടേബിൾ ഉണ്ട്. ഏത് ദിവസം ഏത് പുസ്തകമാണ് ഓരോ പീരീഡ് ഉള്ളത്. സ്കൂളിൽ ആ ടൈം ടേബിൾ ഉണ്ട്. എന്നാൽ നമ്മുടെ വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് എല്ലാം താറുമാറായി പോകുന്നൊരവസ്ഥയാണ്. തോന്നുന്ന സമയത്ത് ഭക്ഷണം കഴിക്കുക, തോന്നുന്ന സമയത്ത് നമസ്കരിക്കുക, തോന്നുന്ന സമയത്ത് പ്രവർത്തിക്കുക, തോന്നുന്ന സമയത്ത് കിടന്നുറങ്ങുക. ഈ ഒരു അവസ്ഥ രക്ഷിതാക്കൾ മാറ്റണം. അതിനാദ്യം വേണ്ടത് നമ്മൾ മക്കളോടൊന്നിച്ചിരിക്കലാണ്. മക്കളെ കൂടെ ഇരുത്തണം. എന്നിട്ട് പറയണം, നമ്മുടെ ഇനിയുള്ള ഈ 2 മാസം എങ്ങനെ ഉപയോഗപ്പെടുത്തണം, നിനക്ക് എന്തെല്ലാം കാര്യങ്ങൾ ആവശ്യമുണ്ട്, ഏതെല്ലാം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം. അങ്ങനെ ഒരു പേപ്പറും പേനയും എടുത്തുകൊണ്ട് രാവിലെ ഏത് സമയത്ത് എഴുന്നേൽക്കുന്നു, രാത്രി ഏത് സമയത്ത് കിടക്കുന്നു എന്നതുവരെയുള്ള മുഴുവൻ കാര്യങ്ങളും കുട്ടിയോടുകൂടി അഭിപ്രായം ചോദിച്ചുകൊണ്ടാണ് രക്ഷിതാവ് തീരുമാനിക്കേണ്ടത്. അല്ലാതെ രക്ഷിതാവ് സ്വന്തം അഭിപ്രായം തീരുമാനിക്കലല്ല, കുട്ടി അവന്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തലല്ല. രണ്ടുപേരും കൂടി. അതിൽ കുട്ടിക്ക് കളിക്കാനുള്ള സമയം ഉണ്ടാവണം, അവർക്ക് പഠിക്കാനുള്ള സമയമുണ്ടാവണം, അവരുടെ നമസ്കാരത്തിനുള്ള സമയമുണ്ടാവണം. ഇങ്ങനെ എല്ലാ മേഖലകളും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഒരു കൃത്യനിഷ്ഠതയും അതേ ദിനചര്യയും ഒക്കെ ഉണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാവിലെ ഇന്ന സമയത്ത് എഴുന്നേൽക്കും. ഹദീസുകളിൽ കാണാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാവിലെ അല്ലെങ്കിൽ പുലർച്ചെ എഴുന്നേറ്റ് നബിയുടെ രാത്രി നമസ്കാരം കഴിഞ്ഞ് നബി കുറച്ചു നേരം കിടക്കുക, പിന്നെ രാവിലെ എഴുന്നേൽക്കും. സുബഹിന്റെ സമയത്ത് പ്രവാചകന്റെ പ്രവർത്തനം എന്തായിരുന്നു? നമസ്കാരത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനുശേഷം നബി തിരിഞ്ഞു നിന്നുകൊണ്ട് സഹാബത്തിനോട് പറയുന്ന ചില കാര്യങ്ങൾ. അത് കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ ഇരിക്കുന്ന സമയം എത്രയായിരുന്നു? അത് കഴിഞ്ഞാൽ പിന്നെ നേരെ പ്രവാചകൻ തന്റെ ഭാര്യമാരുടെ അടുത്തേക്ക് ചെല്ലുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ കൃത്യമായ ഒരു ഡെയിലി റുട്ടീൻ എന്ന് നമുക്ക് കാണാൻ പറ്റും. ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മളിൽ ഉണ്ടാവണം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകന്റെ ജീവിതത്തിൽ മാത്രമല്ല, നബിയുടെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട മകളാണല്ലോ മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ. ആ ഫാത്തിമ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് ഒരു പരാതിയുമായിട്ട് വരുന്നുണ്ട്. ഫാത്തിമ റളിയല്ലാഹു അൻഹയും അലി റളിയല്ലാഹു അൻഹുവും കുടുംബമായിട്ട് ജീവിക്കാൻ തുടങ്ങി. അവരുടെ ജീവിതത്തിൽ നല്ല ഭക്ഷണങ്ങളൊന്നും കിട്ടാത്തൊരവസ്ഥ, അല്ലെങ്കിൽ കൂടുതലായിട്ട് വീട്ടുപണി ചെയ്യേണ്ട ഒരവസ്ഥ. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഫാത്തിമ റളിയല്ലാഹു അൻഹ വന്ന് അവരുടെ കൈ ഇങ്ങനെ കാണിച്ചു കൊടുക്കുക. ഉപ്പ നോക്കിയേക്ക്, എന്റെ കൈ നോക്കി, ആകെ തഴമ്പ് വന്നിട്ടുണ്ട്. ഒരു അടിമയെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്റെ വീട്ടിലെ കുറെ കാര്യങ്ങളും അതേപോലെ തന്നെ ഭക്ഷണം ഉണ്ടാക്കേണ്ട കാര്യങ്ങളൊക്കെ അവിടെ നിർവഹിച്ചോളും. അതുകൊണ്ട് എനിക്കൊരു അടിമനെ തരുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഫാത്തിമ റളിയല്ലാഹു അൻഹ വന്ന് ചോദിക്കണം. ആ സമയത്ത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങളുടെ വീട്ടിലേക്ക് പോയിക്കോ, ഞാൻ അങ്ങോട്ട് വരാമെന്ന്. ഫാത്തിമ റളിയല്ലാഹു അൻഹ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ഫാത്തിമ ബീവി പ്രതീക്ഷിക്കുന്നത് കുറച്ചു കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടിമനെയും കൂട്ടി വരുന്ന. കുറച്ചു കഴിഞ്ഞ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വന്നു. എന്നിട്ട് ഫാത്തിമ ബീവിനോട് ഇരുത്തി, അലി റളിയല്ലാഹു അൻഹുവിനെ ഇരുത്തി. എന്നിട്ട് പറയാണ്, ഞാൻ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഒരു അടിമയെ കിട്ടുന്നതിനേക്കാൾ ഉത്തമം അതാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇദാ അവൈതുമാ ഇലാ ഫിറാശികുമാ, നിങ്ങൾ ഉറങ്ങാനായിട്ട് നിങ്ങളുടെ വിരിപ്പിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഫസബ്ബിഹാ 33, നിങ്ങൾ 33 തവണ സുബ്ഹാനല്ലാഹ് എന്ന് പറയണം. വഹ്മദാ 33, അൽഹംദുലില്ലാഹ് എന്ന് 33 തവണ പറയണം. വകബ്ബിറ 34, അല്ലാഹു അക്ബർ എന്നുള്ളത് 34 തവണ പറയണം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനിപ്പിക്കുകയാണ്, ഫഹുവ ഖൈറുൽ ലകുമാ മിൻ ഖാദിം,
നിങ്ങൾക്ക് ഒരു ഹാദിമിനെ, ഒരു വേലക്കാരനെ കിട്ടുന്നതിനേക്കാൾ ഉത്തമം ഇതാണ്. പ്രിയപ്പെട്ടവർ, ഈ ചരിത്രത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന ഒരു കാര്യമുണ്ട്. രാത്രി കിടക്കുമ്പോൾ എങ്ങനെയാണ് കിടക്കേണ്ടത്? നമ്മുടെ വീട്ടിൽ ഇന്നലെ രാത്രി നമ്മുടെ മക്കൾ എങ്ങനെ കിടന്നേ? കുറെ നേരം ഫോണിലേക്ക് നോക്കി, അതല്ലെങ്കിൽ കുറെ നേരം TV കണ്ട് അങ്ങനെ ഉറങ്ങുന്നൊരവസ്ഥ, എന്തൊക്കെയോ വായിച്ചുകൊണ്ടോ എന്തൊക്കെയോ കണ്ടുകൊണ്ടോ ഉറങ്ങുന്നൊരവസ്ഥ അല്ല. നമ്മുടെ വീട്ടിലൊരു തീരുമാനമുണ്ടാവണം. ഇന്ന സമയമാകുമ്പോഴേക്ക് ഭക്ഷണത്തിന്റെ സമയം ഭാര്യയോട് പറയണം. അത് ഭാര്യയോടൊന്നിച്ച് ചർച്ച ചെയ്യണം, ഏത് സമയത്തേക്ക് ഭക്ഷണം റെഡിയാക്കാൻ പറ്റൂ. അത് കഴിഞ്ഞാൽ പിന്നെ എന്താണ്, ഇങ്ങനെ ഒരു കൃത്യമായ നിർദ്ദേശങ്ങൾ, കൃത്യമായ ഒരു നിലപാടുകൾ ഒരു രക്ഷിതാവും കുട്ടിയും തമ്മിൽ ഉണ്ടാകുക എന്നുള്ളതാണ് ഒന്നാമത്തെ വിഷയം. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, എല്ലാ രക്ഷിതാക്കൾക്കുള്ള ബേജാറാണ് സ്ക്രീൻ ടൈമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നം. കുട്ടിയുടെ മൊബൈൽ ഉപയോഗം അല്ലെങ്കിൽ ആ കുട്ടി TV ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ വലിയ ടെൻഷൻ പല രക്ഷിതാക്കൾക്കുണ്ട്. എങ്കിൽ പ്രിയപ്പെട്ടവരെ, എന്താണ് അതിന്റെ പരിഹാരം? നമ്മുടെ മക്കളോട് പറയാണ് ഫോൺ എടുക്കാൻ പാടില്ല. ശരി, പിന്നെന്തെടുക്കണം? ആ ഫോണ് മാറ്റി വെക്കുന്ന സമയത്ത്, ആ ഫോണ് കയ്യിൽ നിന്ന് വാങ്ങിക്കൊടുക്കുമ്പോ, ആ റിമോട്ട് അതിൽ നിന്ന് മാറ്റി നിർത്തുമ്പോ എന്താണ് അവർക്ക് പകരം കൊടുക്കാനുള്ളത്? അവർ വെറുതെ സോഫയിൽ ഇരിക്കാനാണോ നമ്മൾ പറയേണ്ടത്? എങ്കിൽ അതിനുള്ള പരിഹാരം കൂടി നമ്മൾ പറഞ്ഞു കൊടുക്കണം. അവിടെയാണ് ദീനിയായ പുസ്തകങ്ങൾ കൊടുക്കണം. അതുപോലെ തന്നെ നല്ല നല്ല ദീനിയായ കാര്യങ്ങൾ കേൾക്കാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കണം. ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ സമയക്രമത്തിൽ പഠനത്തിന് സമയം മാറ്റിവെക്കണം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അവന്റെ സ്ക്രീൻ ടൈമിനും നമ്മൾ സമയം വെച്ചു കൊടുക്കണം. അത് നമ്മൾ തീരുമാനിക്കാം. കുട്ടിയോട് പറയാം, നിനക്ക് ഏത് സമയത്താണ് ഫോൺ ഉപയോഗിക്കേണ്ടത്? ആ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ്, അതിനപ്പുറത്തേക്ക് ധാരാളമായി കൊണ്ട് സ്ക്രീൻ ടൈം ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ കുട്ടിയെ അത് ബാധിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾ നമ്മുടെ കൂടെ ജീവിക്കുന്നുണ്ടെങ്കിലും ഇന്നവർ വേറെ ഏതോ ഒരു ലോകത്താണ്. ഞാനത് വെറുതെ പറയുന്നതല്ല. സോഷ്യൽ മീഡിയകൾ ഉപയോഗിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. കൃത്യമായി അവർ അവരുടെ ശരീരം കൊണ്ട് നമ്മുടെ കൂടെ ജീവിക്കുകയും അവരുടെ മനസ്സുകൊണ്ടും ചിന്തകൾ കൊണ്ടും വേറെ ഏതോ ഒരു നാട്ടിലേക്ക്. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിൽ വെച്ചുകൊണ്ട് 2 പെൺകുട്ടികൾ എയർപോർട്ടിലേക്ക് വരികയാണ്. അവർക്ക് കൊറിയയിലേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട്. അറിഞ്ഞിട്ടുണ്ടാകും നമ്മൾ ആ വാർത്തകൾ. കൊറിയയിലേക്ക് പോകണം. അവർക്ക് പാസ്പോർട്ട് ഇല്ല, വിസ ഇല്ല, ഒന്നുമില്ല. അവർക്കാകെയുള്ളത് അവർ ഇൻസ്റ്റാഗ്രാമിൽ കണ്ട കൊറിയൻ പോപ്പ് ഗായകന്മാരെ പോലുള്ള ചില ആളുകളുടെ ചിന്തകളും അവരുടെ ചില പാട്ടുകളും മാത്രമാണ്. അതിനപ്പുറത്തേക്കൊന്നുമില്ല. അതിലേക്ക് പോകാനുള്ള വിവരം എന്താ എന്ന് പോലും അറിയാതെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് വരുന്നത്. അവിടെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളുടെ സ്ക്രീൻ ടൈമിന്റെ വിഷയത്തിൽ അവരെന്ത് കാണുന്നു നമ്മൾ പരിശോധിക്കണം. അതവരെ സംശയമുള്ളത് കൊണ്ടല്ല, അവർ തെറ്റിലേക്ക് പോകാതിരിക്കാൻ. അവർക്കിപ്പോൾ നന്മയും തിന്മയും തിരിച്ചറിയാൻ കഴിയാത്ത ഒരു പ്രായമാണ്. അവർ കാണുന്ന നന്മ എന്നുള്ളത് ഒരു പക്ഷേ വലിയ തിന്മയിലേക്ക് എത്താനായിരിക്കും. അവർ കാണുന്ന തിന്മ ഒരു പക്ഷേ ഏറ്റവും വലിയ നന്മയായിരിക്കും അവർ നഷ്ടപ്പെടുത്തുന്നത്. അതുകൊണ്ട് ആ മക്കളുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധ നമുക്കുണ്ടാവണം. നിങ്ങൾക്കറിയുമോ, ചെറിയ പ്രായത്തിൽ തന്നെ ദീനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവിച്ച ഒരു മകനെ കുറിച്ച് മഹാനായ ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി, നമ്മൾ കേട്ടിട്ടുണ്ടാകും ആ പേര്. ഷാഫിഈ മദ്ഹബിലെ 2ാം ഷാഫി എന്ന പേരിൽ അറിയപ്പെടുന്ന ആളാണ് ഇമാം നബവി. വെറും 45 കൊല്ലം മാത്രമാണ് ഇമാം നബവി ലോകത്തുണ്ടായത്. വെറും 45 കൊല്ലം. എന്നാൽ അദ്ദേഹത്തിന്റെ ജീവിതം എങ്ങനെയായിരുന്നു എന്നറിയോ? ഒരു ദിവസം തന്നെ 12ഓളം ക്ലാസുകൾ അദ്ദേഹം പങ്കെടുക്കും. ഒട്ടേറെ ഗ്രന്ഥങ്ങൾ രചിക്കും. അദ്ദേഹം എഴുതിയ കിതാബുകൾ മാത്രം പരിശോധിച്ചാൽ ഒരൊറ്റ ദിവസത്തിൽ തന്നെ 100-ലധികം പേജുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ടാകുന്ന. ഒരു ദിവസം അദ്ദേഹത്തിന്റെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ 100-ലധികം പേജുകൾ. നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിക്കാണും. ഒരു ദിവസം 100 പേജ് പോയിട്ട് ഒരു 10 പേജ് മക്കളെ കാര്യം പോട്ടെ, നമ്മളെന്താ രക്ഷിതാക്കൾ വായിക്കുന്നുണ്ടോ? നമ്മുടെ വായന എവിടെ പോയി? ലോക മുസ്ലിമീങ്ങൾക്ക് ഏറ്റവും വലിയ ഉപകാരമുള്ള ഒരു ഗ്രന്ഥം ഇമാം നബവി രചിച്ചിട്ടുണ്ട്, റിയാദുസ് സ്വാലിഹീൻ എന്നതിന്റെ പേര്. ആയത്തുകളും ഹദീസുകളും ആ വിഷയത്തിലെ പണ്ഡിത വചനങ്ങളെല്ലാം കൃത്യമായി കൊണ്ട് ഇങ്ങനെ നോക്കാൻ പറ്റുന്ന രൂപത്തിൽ, ഏതൊരു സാധാരണക്കാർക്കും വായിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു ഗ്രന്ഥം. അതുപോലെ തന്നെ അർബഊന നബവിയ എന്ന് പറയുന്നിട്ട് 40 ഹദീസുകൾ, തെരഞ്ഞെടുത്ത 40 ഹദീസുകൾ ലോക പണ്ഡിതന്മാർക്ക് വലിയ ചർച്ചയാക്കപ്പെട്ട ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിക്കാൻ കാരണമായ ഒരു പുസ്തകം. ഇതൊക്കെ ഇമാം നബവി റഹ്മത്തുള്ളാഹി എഴുതിയത് അദ്ദേഹത്തിന്റെ 45 വയസ്സിനിടയിലാണ്. എത്രയോ ഗ്രന്ഥങ്ങൾ.
അതിൽ അഖീദയുണ്ട്, ഫിഖ്ഹുണ്ട്, ഉസൂലുകളുണ്ട്, ഇങ്ങനത്തെ പല കാര്യങ്ങളും. ഈ ഇമാം നബവി ഇത്ര വലിയ പണ്ഡിതനാകാനുള്ള കാരണത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ ചെറുപ്പകാലം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അദ്ദേഹം നവ എന്ന് പറയുന്ന പ്രദേശത്ത് ജനിച്ച ആളാണ്, അവിടെയാണ് ജീവിച്ചത്. അതുകൊണ്ടാണ് നബവി എന്ന പേര് വന്നത്. ആ നവ എന്ന് പറയുന്ന സ്ഥലത്തുകൂടി പോയ ഷെയ്ഖ് യാസീൻ ബിൻ യൂസുഫ് അൽ മറാക്കശി റഹ്മത്തുള്ളാഹി അലൈഹി എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ, അദ്ദേഹം തന്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു സംഭവം പറയുന്നുണ്ട്. ഷെയ്ഖ് യൂസുഫ് അദ്ദേഹം പറയാണ്, നവ എന്ന് പറയുന്ന പ്രദേശത്തോടുകൂടി ഞാൻ ഇങ്ങനെ പോകുമ്പോൾ കുറെ കുട്ടികൾ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു കുട്ടിയാകട്ടെ അവിടെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു. ഞാൻ വിചാരിച്ചു ആ കുട്ടിയെ കളിക്കാൻ കൂട്ടാത്തത് കൊണ്ടായിരിക്കുമെന്ന്. പക്ഷേ ആ കുട്ടിയെ നിർബന്ധിച്ച് മറ്റു കുട്ടികൾ കളിക്കാൻ വേണ്ടി വിളിക്കുമ്പോ ഈ കുട്ടി കളിക്കാൻ വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കണം. ഞാൻ ആ കുട്ടിയെ ഒന്നുകൂടി പരിശോധിച്ചു, ഒന്നുകൂടി നോക്കി. ആ കുട്ടി മാറി നിന്നുകൊണ്ട് ഇങ്ങനെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കണം. ആ കുട്ടിയെ ഖുർആൻ പഠിപ്പിക്കുന്ന ആൾ ആരാണെന്ന് ഞാൻ അന്വേഷിച്ചു. അങ്ങനെ ഞാൻ ആ ഉസ്താദിന്റെ അടുക്കലേക്ക് ചെന്നിട്ട് പറയാണ്, ഞാൻ ഇങ്ങനെ ഒരു കുട്ടിനെ കണ്ടു. ആ കുട്ടിയെ നിങ്ങൾ നല്ലോണം ശ്രദ്ധിച്ചോളി. കാരണം വരും തലമുറക്ക് വലിയ ഒരു ഉപകാരം വരുത്താനുള്ള വലിയ ഒരു പണ്ഡിതനായി ആ കുട്ടി മാറുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആ ഒരു ചെറിയ കുട്ടിയായിരുന്നു ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിന്റെ ചെറിയ പ്രായത്തിൽ എല്ലാവരും കളിക്കുമ്പോൾ അദ്ദേഹം ഖുർആൻ ഓതുക. എല്ലാവരും മറ്റുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെടുമ്പോ ദീന് പഠിക്കാനുള്ള ഒരു ശ്രദ്ധയായിരുന്നു ഇമാം നബവിക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മക്കളെ അവരുടെ സ്ക്രീൻ ടൈമിന്റെ വിഷയത്തിൽ ഒരു ശ്രദ്ധ, പൂർണ്ണമായ ഒരു ശ്രദ്ധ നമുക്ക് കൊടുക്കേണ്ടതുണ്ട്. ചില രക്ഷിതാക്കളെങ്കിലും സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട്, അത് അമ്മമാര് പറയാം, ഒരു സ്വസ്ഥത കിട്ടട്ടെ, കുറച്ചേരം അടങ്ങിയിരിക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട് ഫോൺ കൊടുക്കാം. ചെയ്യരുത്. അത് നമ്മൾ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി ഏറ്റവും കൂടുതൽ വലിയ ലഹരി ഉപയോഗിക്കുന്നതിന് തുല്യമാണ്. വല്ലാതെ വൈലന്റ് ആകുന്ന കഞ്ചാവ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് കഞ്ചാവ് കിട്ടിയാൽ അടങ്ങി നിൽക്കുന്നത് പോലെ കുട്ടികൾ വല്ലാതെ വൈലന്റ് ആകുന്ന സമയത്ത് അവർക്ക് കൊടുക്കുന്ന ഒരു ലഹരിയാണ് ശരിക്ക് ഈ സ്ക്രീൻ എന്നുള്ളതും മൊബൈൽ എന്നുള്ളതും. അതുകൊണ്ട് ശ്രദ്ധിക്കണം. ഒരു സമയം കൃത്യമായി നിശ്ചയിക്കണം. ഇന്ന ടൈം മുതൽ ഇന്ന സമയം വരെ, അതിനപ്പുറത്തേക്ക് ഒരു മിനിറ്റ് കൂട്ടാൻ പാടില്ല. അത് ആ കുട്ടിയോട് വെറുപ്പുള്ളത് കൊണ്ടല്ല, ആ കുട്ടി കാണുന്നതും കേൾക്കുന്നതുമൊക്കെ ഒരു പക്ഷേ നന്മയേത് തിന്മയേതെന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിലായിരിക്കും. മൂന്നാമത്തെ കാര്യം, കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള ദിവസങ്ങളിൽ ആത്മീയമായ ശീലങ്ങൾ ധാരാളമായി കൊണ്ട് നമ്മൾ നൽകണം. ഇത് പ്രിയപ്പെട്ടവരെ വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം. കാരണം കഴിഞ്ഞ ആഴ്ചകൾ വരെ നമുക്ക് പറയാനുണ്ടായിരുന്നത് എന്താ? കുട്ടിക്കൊരു ഒഴിവില്ല. രാവിലെ ട്യൂഷന് പോകുക, പിന്നെ സ്കൂള്, പിന്നെ വീണ്ടും വായന, ഒരുപാട് വർക്കുകളുണ്ട്, ഒരുപാട് തിരക്കുണ്ട്. ശരി, ഇപ്പോഴും ഇപ്പോഴും നമ്മുടെ മക്കൾക്ക് ദീനിന്റെ കാര്യം നമ്മൾ എത്തിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ വലിയ ദുഃഖം നമ്മൾ അനുഭവിക്കേണ്ടി വരും. തീർച്ചയാണ്. കാരണം ദീനി പഠനം എന്നുള്ളത് നമ്മുടെ മുൻഗാമികൾ, ഈ ഉമ്മത്തിന്റെ പണ്ഡിതൻ, ഹിബറുൽ ഉമ്മ എന്ന പേരിൽ അറിയപ്പെട്ട തർജുമാനുൽ ഖുർആൻ, ഖുർആനിന്റെ പരിഭാഷകൻ എന്ന പേരിൽ അതിന്റെ വിശദീകരണം ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ള പണ്ഡിതനാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. അദ്ദേഹത്തിന് അത്രയും വലിയ പാണ്ഡിത്യം കിട്ടിയത് എങ്ങനെയാണെന്നറിയോ? നബിന്റെ എളാപ്പാന്റെ മോനാണ്. അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ്. അത്രയും നബിയുമായി ബന്ധമുണ്ടായിട്ട് കൂടി ചരിത്രത്തിൽ കാണാൻ പറ്റും, നട്ടുച്ച സമയത്ത് പോലും മുതിർന്ന സഹാബത്തിന്റെ വീടിന്റെ മുറ്റത്ത് പോയി ഇങ്ങനെ നിൽക്കും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഒന്ന് വിളിച്ചാൽ മതി, അവര് വിളി കേൾക്കും, പക്ഷെ പുറത്തു നിൽക്കും. ഇവരെപ്പോഴാണോ പുറത്തിറങ്ങണത് അപ്പോഴാണ് അദ്ദേഹം നേരെ അവരുടെ അടുത്തേക്ക് ചെല്ലുക. എന്നിട്ട് പറയും, നിങ്ങളുടെ അടുത്ത് വല്ല തെൽമും കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ ഇന്ന ഒരു കാര്യത്തെക്കുറിച്ച് കേട്ടു, അത് നിങ്ങൾ പറഞ്ഞു എന്നുള്ളത് അറിഞ്ഞു, അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി വന്നു, എനിക്ക് പഠിപ്പിച്ചു തരൂ. ചില സ്വഹാബത്ത് ചോദിച്ചു, പ്രവാചകന്റെ എളാപ്പാന്റെ മോനായതുകൊണ്ട്, മോനെ നിനക്ക് ഞങ്ങളെ വിളിച്ചൂടായിരുന്നു? ഞങ്ങളൊന്ന് വിളിച്ചാൽ ഞങ്ങൾ വേഗം വരൂലേ? ആ സമയത്ത് പറയണേ, എന്റെ ആവശ്യമാണ് പഠിക്കുക എന്നുള്ളത്, അതുകൊണ്ട് ഞാൻ ഇവിടെ കാത്തു നിൽക്കണം. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്, വെയിലും മഴയും നോക്കാതെ ദീന് പഠിക്കാൻ വേണ്ടി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇറങ്ങിയത് കൊണ്ടാണ് ഇന്ന് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ഹദീസുകൾ വിശദീകരിക്കുമ്പോൾ, ആയത്തുകൾ വിശദീകരിക്കുമ്പോഴെല്ലാം അദ്ദേഹത്തിന്റെ പേര് പരാമർശിക്കപ്പെട്ടത്. അവിടെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾക്ക് ദീന് പഠിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ട്, നമ്മുടെ ചുറ്റുഭാഗത്തുണ്ട്. നമ്മുടെ കൂട്ടായ്മയുടെ കീഴിലെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അതിലേക്ക് നമ്മുടെ മക്കൾ പ്രവേശിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ കടമയാണ്. ഇത് പറയുമ്പോൾ ചില രക്ഷിതാക്കൾ പറയും, ഞാൻ പറഞ്ഞു നോക്കാം, ഓൻ വരികയാണെങ്കിൽ വന്നോട്ടെ.
എത്ര നിസാരമായ വാക്കാ പറയണത്. അങ്ങനെയാണോ അവരുടെ സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ വിഷയത്തിൽ? അങ്ങനെയാണോ ലക്ഷങ്ങൾ മുടക്കിയിട്ട് നിങ്ങളൊരു കോളേജിലേക്ക് അഡ്മിഷൻ എടുത്തിട്ട് ആ കുട്ടി പറയാൻ ഞാൻ പോകില്ല എന്ന് പറഞ്ഞാൽ അവിടെ നമ്മുടെ നിലപാടെന്താ? ദുനിയാവിന്റെ വിഷയത്തിൽ നമുക്ക് എത്രയും താല്പര്യം ഉണ്ടാകുക, എന്നാൽ ആഖിറത്തിന്റെ വിഷയത്തിലേക്ക് എത്തുമ്പോഴോ നമ്മൾ മറന്നു പോകുക, അതിനെ നിസാരവൽക്കരിക്കുക. അതൊക്കെ ഓന്റെ ഇഷ്ടമാണ്, ഓന്റെ കൂട്ടുകാരന്മാരൊക്കെ ഉണ്ടെങ്കിൽ വന്നോട്ടെ. അതല്ല ഒരു രക്ഷിതാവിന്റെ ശൈലി. മറിച്ച് എന്റെ കുട്ടി പഠിക്കേണ്ടത് അവന്റെ പരലോകവും എന്റെ പരലോകവും നന്നാക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു ചിന്ത ഉണ്ടാകുമ്പോൾ കുറച്ചൊന്ന് കണിശമാകും നമ്മൾ. അവിടെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളോട് നിർബന്ധപൂർവ്വം, പ്രത്യേകിച്ച് ആൺകുട്ടികളോട്, സമയമായ പള്ളി പോകണം. ആ ഒരു നിർബന്ധ ബുദ്ധി ഉണ്ടാവണം. കാരണം ഈ 2 മാസം ആ കുട്ടി കൃത്യമായിട്ട് ജീവിതത്തിൽ അത് ശ്രദ്ധയോടുകൂടി പോവാണോ, ആ കുട്ടിയുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും. അവിടെ 5 വക്ത നമസ്കാരവും എന്റെ കുട്ടി പള്ളിയിലേക്ക് പോകുന്നുണ്ട് എന്ന് ഓരോ രക്ഷിതാവും ഉറപ്പുവരുത്തണമെന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി വീട്ടിലിരിക്കുന്ന പെൺകുട്ടികളാണെങ്കിലോ അവരും നിസ്കരിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. എന്നാൽ പല രക്ഷിതാക്കളും പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ എത്ര പറഞ്ഞിട്ട് കാര്യമില്ല, അതവിടെ തന്നെ ഇരിക്കണം. പറയലല്ല, അവിടെ പ്രവർത്തിക്കലാ വേണ്ടത്. നമ്മൾ കാണിച്ചു കൊടുക്കണം. നമ്മുടെ നമസ്കാരം, നമ്മുടെ മറ്റുള്ള ആരാധനാ കർമ്മങ്ങൾ, അതിലേക്ക് നമ്മൾ ആദ്യം ഇറങ്ങണം എന്നതുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. 4ാമത്തെ വിഷയം ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുക എന്നുള്ളതാണ്. പല രക്ഷിതാക്കളും മക്കളോടുള്ള സ്നേഹപ്രകടനം കാണിക്കുന്നത് ഞാൻ അവനെ ഒന്നും ഏൽപ്പിക്കാറില്ല എന്ന് പറയും. അതല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്. അങ്ങനെയല്ല. ചെറിയ പ്രായം തൊട്ട് തന്നെ അവർക്ക് ചില ഉത്തരവാദിത്തങ്ങൾ ഇങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കണം. കാരണം ആ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്നതിലൂടെയാണ് അവരിങ്ങനെ മെല്ലെ മെല്ലെ ചില ചിന്തകളിലേക്കും ഞാനൊക്കെ ഇത് ചെയ്യേണ്ടതാണെന്നും അതുപോലെ തന്നെ ഞാൻ വീട് കേടാക്കുന്ന സമയത്ത് ഇത്രയും പണിയുണ്ട് എന്നൊക്കെ അവർക്ക് മനസ്സിലാക്കാം. ചില ഉമ്മമാരൊക്കെ വീട് മുഴുവൻ വൃത്തിയാക്കി ഒന്നങ്ങോട്ട് എത്തുമ്പോഴേക്ക് കുട്ടികൾ ഓടി വന്ന് മുഴുവൻ ചളിയാക്കും. അവിടെ ആ കുട്ടിയെ വരുത്തിക്കൊണ്ട് ഇരുത്തി പറയണം, നീ ഒന്ന് കഴുക്, നീ ഒന്ന് വൃത്തിയാക്ക്. ആ കുട്ടിയെ കൊണ്ട് ചെയ്യിപ്പിക്കണം. അത് അപ്പോഴാണ് ആ കുട്ടിക്ക് മനസ്സിലായത് ഇത് എത്ര പണിയുള്ള കാര്യമാണ്. മടക്കി വെച്ചിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ താഴെ ഇടുമ്പോ ആ കുട്ടിയെ കൊണ്ട് തന്നെ മടക്കിപ്പിക്കണം. അത് ആ കുട്ടിയോട് വെറുപ്പുള്ളത് കൊണ്ടല്ല, ആ കുട്ടിക്ക് ബോധ്യപ്പെടണം എന്റെ ഉമ്മ എത്ര ത്യാഗം ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്, എന്റെ വാപ്പ എത്രത്തോളം ബുദ്ധിമുട്ടുന്നുണ്ട്. ആ ബോധ്യപ്പെടൽ ആ കുട്ടിക്കുണ്ടാവേണ്ടതുണ്ട്. മിനിമം ആ കുട്ടിയുടെ ബെഡ്, ആ കുട്ടിയുടെ റൂം, ആ കുട്ടിയുടെ മേശ ഇതെങ്കിലും വൃത്തിയാക്കാനും അവിടെയുള്ള കാര്യങ്ങൾ ചെയ്യാനും ഒക്കെയുള്ള ചില ചിന്തകൾ ആ കുട്ടികൾക്ക് നൽകണമെന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾക്കറിയുമോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വന്നപ്പോ, മക്കയിൽ നിന്ന് മദീനയിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിയപ്പോ ഒരു ഉമ്മ തന്റെ മകന്റെ കൈ പിടിച്ചുകൊണ്ട് നബിന്റെ അടുത്ത് വന്നു. ആ കുട്ടിയുടെ പേര് അനസ് എന്നായിരുന്നു. അനസ് എന്ന് പറയുന്ന കുട്ടി, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. ഉമ്മ പ്രവാചകന്റെ കയ്യിലേക്ക് ആ കുട്ടിന്റെ കയ്യിൽ നിന്ന് കൊടുത്തിട്ട് പറയണ, നബിയെ നിങ്ങളെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്റെ മോനെടുത്തിട്ടാണ്. നിങ്ങളെ കാര്യങ്ങളൊക്കെ നോക്കി, നിങ്ങളെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഓനുണ്ടാകും. 10 വയസ്സായിരുന്നു അന്ന് ആ കുട്ടിക്ക്. അനസ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ കൂടെ നിൽക്കുന്ന സമയത്ത് 10 വയസ്സ്. ചരിത്രത്തിൽ കാണാൻ പറ്റും, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത്, നബിക്ക് വദു എടുക്കുന്ന സമയത്ത് വെള്ളം കൊടുത്തു കൊടുത്ത്, ഇങ്ങനെ ആ കുട്ടി ബന്ധമുണ്ടാക്കി. ആ കുട്ടിയുടെ ബുദ്ധി വളർച്ച എത്രത്തോളം ഉണ്ടായി എന്നുള്ളത് കേട്ടോളി ചരിത്രത്തിൽ. ഒരു ദിവസം അനസ് റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് എത്താൻ നേരം വൈകി. ഉമ്മ ചോദിച്ചു, എന്തേ അനസെ നേരം വൈകിയതെന്ന്. ആ സമയത്ത് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ ഒരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു, അതിനു വേണ്ടി ഞാൻ പോയതാണ്. ഉടനെ വീണ്ടും ഉമ്മ ചോദിക്കാണ്, എന്താ നബി ഏൽപ്പിച്ചത്? അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, അത് നബി പറഞ്ഞിട്ടുണ്ട്, രഹസ്യമാണ്, അതുകൊണ്ട് ഞാൻ പറയൂല. ഉടനെ ഉമ്മ പറയണം, നബി അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഒന്നും മോൻ ആരോട് പറയല്ലേ. അവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, 10 വയസ്സുകാരൻ ചിന്തിക്കാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ അത് ആരോടും പറയാൻ പാടില്ല. ആ ഒരു ബന്ധം, ആ ഉമ്മയും മകനും തമ്മിൽ ബന്ധമുണ്ടെങ്കിൽ പോലും അതിലേറെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ കുറിച്ച് അറിഞ്ഞു അനസ് റളിയല്ലാഹു അൻഹു. അവിടെയാണ് കുട്ടികൾക്ക് ചില ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളത്. എത്രത്തോളം എന്നാൽ മാതാപിതാക്കളെ സഹായിക്കുന്നതിലൂടെ വലിയ ഒരു നേട്ടം കുട്ടിക്ക് ലഭിക്കാനുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഇവിടെ പല രക്ഷിതാക്കളോട് സംസാരിക്കുക എങ്ങനെയാണ്, നിനക്ക് ഇന്നൊന്ന് സഹായിച്ചൂടെ? ഈ പ്രയോഗമല്ല, നീ സഹായിക്കുന്നതിലൂടെ നിനക്ക് ലഭിക്കാനുള്ളത് വലിയ ഒരു പ്രതിഫലമാണ്. നിങ്ങൾക്കറിയുമോ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കെ ഈ ലോകത്ത് ജീവിച്ച ഒരു വ്യക്തി ഉണ്ടായിരുന്നു, ഉവൈസുൽ ഖർനി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഉവൈസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തുള്ള സമയത്ത് ഉവൈസ് ഉണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉവൈസിനെ കണ്ടിട്ടേ ഇല്ല.
നബിയെ കാണാൻ വേണ്ടി ഒന്നിലധികം തവണ ഉവൈസ് മദീനയിലേക്ക് വന്നു. പക്ഷെ ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തുണ്ടായിരുന്നില്ല. നബി മറ്റു യാത്രകളിലായിരുന്നു. അദ്ദേഹം കുറച്ചു സമയം നിൽക്കും, വീണ്ടും തിരിച്ചു പോകും. ദൂരദേശത്തുനിന്ന് യമനിൽ നിന്നാണ് വരുന്നത്. ആ ഉവൈസിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു വാചകം മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. നേരെ ശ്രദ്ധിക്കണം, ഉവൈസുൽ ഖർനി ഒരിക്കലും സ്വഹാബിയല്ല. നബി ഉവൈസിനെയോ ഉവൈസ് നബിയെയോ കണ്ടിട്ടില്ല. പക്ഷേ എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിനെ കുറിച്ച് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഇന്ന ഖൈറത്ത് താബിഈന റജുലുൻ യുഖാലു ലഹു ഉവൈസ്. തീർച്ചയായും താബിഈകൾക്കിടയിൽ അഥവാ സഹാബത്തിൽ നിന്ന് ദീൻ മനസ്സിലാക്കി അടുത്ത തലമുറയായിട്ടുള്ള താബിഈകൾക്കിടയിൽ ഏറ്റവും ഖൈറായിട്ടുള്ളവൻ അത് ഉവൈസുൽ ഖർനിയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വലഹു വാലിദ, വലഹു വാലിദ, അദ്ദേഹത്തിന് ഒരു ഉമ്മയുണ്ട്. ഒരു ഹദീസിൽ കാണാൻ പറ്റും, ആ ഉമ്മയോട് ഏറ്റവും കൂടുതൽ സ്നേഹമുണ്ടായിരുന്ന, ഉമ്മാക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിരുന്ന ആളാണ് അദ്ദേഹം എന്നുവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞതായിട്ട് കാണാൻ പറ്റും. അവിടെയാണ് പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾക്ക് എന്റെ മാതാവിനെ ഞാൻ നോക്കിക്കഴിഞ്ഞാൽ, എന്റെ ഉമ്മയെ ഞാൻ സഹായിച്ചു കഴിഞ്ഞാൽ, എന്റെ വാപ്പ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന്റെ കൂടെ നിന്ന് വാപ്പാനെ സഹായിച്ചു കഴിഞ്ഞാൽ എനിക്ക് അല്ലാഹുവിന്റെ അടുക്കൽ വലിയ പ്രതിഫലമുണ്ട്. ഉവൈസിന്റെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാചകമുണ്ട്, നിങ്ങൾ ആ ഉവൈസിനെ കാണുകയാണെങ്കിൽ ഫൽയസ്തഗ്ഫിർ ലക്കും, നിങ്ങൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ തേടാൻ വേണ്ടി പറഞ്ഞോളിട്ടോ. സ്വഹാബത്തിന്റെ സ്ഥാനം നമുക്കറിയാലോ. നബി കഴിഞ്ഞാൽ ഏറ്റവും ഉന്നതരായിട്ടുള്ളവരാണ് സ്വഹാബിമാർ. എന്നാൽ ആ സ്വഹാബിമാരോടാണ് പറയുന്നത്, ഉവൈസിനെ നിങ്ങൾ കണ്ടാൽ ഉവൈസിനോട് നിങ്ങൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ തേടാൻ വേണ്ടി പറഞ്ഞോ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലത്ത് ഉവൈസ് വന്നു മദീനത്തേക്ക്. ഉമർ റളിയല്ലാഹു അൻഹു ഉവൈസിനെ കണ്ടു. ഒരുപാട് വലിയ സംസാരങ്ങൾ നടക്കുന്നുണ്ട്. എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നിങ്ങളെ കണ്ട നബി പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ളത്, ഇസ്തിഗ്ഫാർ തേടണം എന്നുള്ളത്. ഉവൈസ് അവിടെ വെച്ചുകൊണ്ട് ഇസ്തിഗ്ഫാർ തേടി. എത്ര വലിയ സ്ഥാന കിട്ടിയത്. എന്താ കാര്യം എന്നറിയോ? ഉമ്മാനെ സഹായിച്ചു. പ്രിയപ്പെട്ട മക്കൾ ശ്രദ്ധിച്ചോളി, ഉമ്മയെ സഹായിക്കുമ്പോ, വാപ്പയെ സഹായിക്കുമ്പോ വലിയ ഒരു പ്രതിഫലം അതിലൂടെ ലഭിക്കാനുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ അഞ്ചാമത്തെ വിഷയം, മക്കളുടെ ഈ ഒഴിവ് സമയം പുതിയ സ്കില്ലുകൾ ഉപയോഗിക്കാൻ, പുതിയ കഴിവുകൾ ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. പല രക്ഷിതാക്കളും ഇതൊന്നും ശ്രദ്ധിക്കൂല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെ തലയിൽ കൈവച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ ചെയ്യാ? കുട്ടികൾക്ക് കഴിവുള്ള ഒരുപാട് മേഖലകളുണ്ട്. അവർക്ക് താല്പര്യമുള്ള മേഖലകൾ ഒരു പക്ഷേ കായികമായി കൊണ്ടായിരിക്കാം, നീന്തൽ പോലുള്ളതായിരിക്കാം, ഫുട്ബോൾ പോലുള്ളതായിരിക്കാം, എന്ത് തന്നെയാണെങ്കിലും അവർക്ക് പുതിയ എന്തെങ്കിലും ഒരു കാര്യം ഈ ഒരു 2 മാസം കൊണ്ട് എന്തെങ്കിലും ഒന്ന് പുതുതായിട്ട് പഠിക്കണം. എന്നാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിനുവേണ്ടി ഇറങ്ങിയിട്ട് നമ്മുടെ പരലോകം നഷ്ടപ്പെടുത്തുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. കുട്ടിയുടെ ദീനീ പഠനം മുടക്കിക്കൊണ്ടാകാൻ പാടില്ല. ആ വിഷയത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വന്ന സമയത്ത് മദീനയിൽ വലിയ ഒരു വിഭാഗം ജൂതന്മാരായിരുന്നു. അവരുടെ ഭാഷ പലപ്പോഴും സഹാബത്തിന് അറിയൂല. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് പറയാണ്, അവരുടെ ഭാഷയായ സുറിയാനി അല്ലെങ്കിൽ ഹീബ്രു ഭാഷ നിങ്ങൾ പഠിക്കണം. 15 ദിവസം കൊണ്ട് സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു പഠിച്ചു. 15 ദിവസം കൊണ്ട്. എന്നിട്ട് അവരുടെ ഗ്രന്ഥങ്ങൾ ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിച്ചതാണ്. നമ്മുടെ മക്കളെ പ്രോത്സാഹിപ്പിക്കണം. അത് ഇംഗ്ലീഷ് ഭാഷയാവാം, മറ്റേതൊരു ഭാഷയാവാം, കുട്ടിക്ക് ആ കൂടുതലായിട്ട് പഠിക്കണം. അതിലേറ്റവും പ്രധാനം അറബി ഭാഷ തന്നെയാണ്, സംശയമില്ല. കാരണം ഖുർആനിന്റെ ഭാഷയാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാഷയാണ്. അതുകൊണ്ട് ഖുർആൻ പഠിക്കാൻ, അതുപോലെ തന്നെ ഭാഷ പഠിക്കാൻ കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളതും അതിന് രക്ഷിതാക്കൾ സൗകര്യം ചെയ്തു കൊടുക്കണമെന്നും ഓർമ്മപ്പെടുത്തുകയാണ്. അതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അമ്പെയ്ത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികളുടെ കായികപരമായ കഴിവുകൾ വളർത്തിയെടുക്കാൻ വേണ്ടി പറഞ്ഞ സംഭവം കേട്ടോ. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വഴിയിലൂടെ അങ്ങനെ നടക്കണം. 2 ഭാഗമായിട്ട് കുട്ടികൾ ഇങ്ങനെ അമ്പെയ്ത്ത് മത്സരം നടക്കുന്നുണ്ട്. അസദ് ഗോത്രത്തിൽപ്പെട്ട കുട്ടികൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ കുറച്ചു നേരം ഇങ്ങനെ നോക്കി. എന്നിട്ട് അതിൽ ഒരു ടീമിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞാനും ഉണ്ട് നിങ്ങളുടെ കൂടെ കളിക്കാൻ ഞാനുണ്ട്, ഞാൻ നിങ്ങളുടെ ടീമിലാണ്. ഉടനെ മറ്റേ ടീം പറഞ്ഞു, ഞങ്ങളില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ടീം, നിങ്ങൾക്കെതിരെ ഞങ്ങൾ നിൽക്കാതില്ല ഞങ്ങൾ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നാൽ 2 ടീമിന്റെയും ആളാണ് ഞാൻ.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പ്രോത്സാഹിപ്പിക്കുകയാണ്. കുട്ടികളുടെ കളിയെ പ്രോത്സാഹിപ്പിക്കുക, അവരുടെ ആയുധപരമായ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുക, അവരുടെ ശാരീരികമായ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുക. ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു വാചകം, അദ്ദേഹത്തിന്റെ ഒരു ഉപദേശം കാണുവാൻ സാധിക്കും. അല്ലിമു ഔലാദക്കും, നിങ്ങളുടെ മക്കളെ നിങ്ങൾ പഠിപ്പിക്കണം. അസ്സിബാഹ, നീന്തൽ പഠിപ്പിക്കണം. വരിമായ, അമ്പെയ്ത്ത് പഠിപ്പിക്കണം. വർകൂബുൽ ഖൈർ, നല്ല ഉഷാറായിക്കൊണ്ട് കുതിര സവാരി നടത്താൻ അവരെ നിങ്ങൾ പഠിപ്പിക്കണം. അന്നത്തെ കാലഘട്ടത്തിൽ അതാണെങ്കിൽ ഇന്ന് കുട്ടികൾക്ക് സൗകര്യങ്ങൾ എന്താണോ ആ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കുട്ടികൾക്കുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തണമെന്ന് കൂടി രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ആറാമത്തെ വിഷയം കുടുംബ ബന്ധം ചേർക്കുക എന്നുള്ളതാണ്. ഒരുപക്ഷെ പലപ്പോഴും നമ്മൾ കല്യാണങ്ങളിലേക്ക് മാത്രമാണ് മക്കളെ പറഞ്ഞയക്കാനുള്ളതെങ്കിൽ അതിനപ്പുറത്തേക്ക് വെക്കേഷൻ സമയം നമ്മുടെ കുടുംബങ്ങളിലേക്ക് കൂടി നമ്മളൊരു യാത്ര പോകണം. അവരെ ചേർത്ത് നിർത്തണം. നമ്മുടെ കുടുംബത്തിൽ പല ആളുകളെയും ഇപ്പോഴും നമ്മുടെ മക്കൾക്ക് അറിയൂല. നിങ്ങളൊന്ന് സ്വയം പരിശോധിച്ച് നോക്കി കാര്യം. നമ്മുടെ വാപ്പ, അവരെ നമ്മുടെ മക്കൾക്കറിയാം, ഉമ്മാനെ അറിയാം. പക്ഷെ വാപ്പാന്റെ സഹോദരങ്ങൾ എത്ര ആളുകൾ അറിയാം? അവരുടെ മക്കളെ എത്ര ആളുകൾ അറിയാം? അമ്മായിനെ എത്ര ആളുകൾക്കറിയാം? നമ്മുടെ മക്കൾക്ക് ഇപ്പോഴും അത് കുടുംബത്തിൽ എവിടെയോ ഉള്ള ഒരാൾ, അതിനപ്പുറത്തേക്ക് ഒന്നും അറിയില്ല. എങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ കുടുംബ ബന്ധത്തിലേക്ക് നമ്മുടെ മക്കളെ ചേർത്ത് കൊണ്ടുപോകണം, അവരെയും കൊണ്ടുപോകണം. അതിലേറ്റവും വലിയ ബന്ധം എന്ന് പറഞ്ഞാൽ നമ്മുടെ മാതാപിതാക്കളോട് തന്നെയാണ്. അതിൽ സംശയമല്ല. മാതാപിതാക്കളോടുള്ള ബന്ധം പ്രിയപ്പെട്ട മക്കളോടാണ് പറയാനുള്ളത്. നമ്മളിപ്പോൾ അങ്ങനെ ഈ വെക്കേഷൻ സമയത്ത് ഇങ്ങനെ വല്ലാത്ത സംസാരങ്ങൾ ഉണ്ടാകും. പ്രത്യേകിച്ച് ടീനേജത്തിലുള്ള ആ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ ഉമ്മയോടും വാപ്പയോടൊക്കെ തർക്കിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. അത് നിങ്ങൾക്കറിയോ, ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഉമ്മ മുശ്രിക്കത്തായിരുന്നു. അദ്ദേഹം ധാരാളമായിട്ട് പ്രാർത്ഥിച്ചു. പിന്നീട് ആ ഉമ്മ ഇസ്ലാം സ്വീകരിച്ചു. എന്നിട്ട് പിന്നീട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം കെട്ടുപോയി. നമ്മളൊക്കെ അങ്ങനെ ചോദിക്കാറുണ്ട്. നമ്മൾ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിപ്പോകുമ്പോ ഉമ്മ ഒന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ എന്ന് ചോദിക്കും. ഉമ്മ നമ്മളോട് പറയുമ്പോ എന്തപ്പോ ഞാൻ അത്ര വലുതായില്ലേ, ഞാനൊക്കെ ഇത് പറയേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ കേട്ടോളിയും. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഉമ്മാന്റെ റൂമിന്റെ ഭാഗത്തേക്ക് ചെല്ലും. എന്നിട്ട് പറയും, അസ്സലാമു അലൈക യാ ഉമ്മത്താ വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്റെ പ്രിയപ്പെട്ട ഉമ്മ, അള്ളാഹുവിന്റെ സമാധാനവും രക്ഷയും ബറക്കത്തും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. ആ സമയത്ത് ഉമ്മ സലാം അടക്കണം. വഅലൈക സലാം യാ ബുനയ്യ വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉമ്മ സലാം അടക്കും. അതിനുശേഷം വീണ്ടും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ വാചകമാണ്, റഹിമകില്ലാ റഹിമകില്ലാ കമാ റബ്ബൈതനി സഗീറ. റഹിമകില്ലാ, അള്ളാഹുവിന്റെ കാരുണ്യം ഉമ്മ നിങ്ങളുടെ മേലുണ്ടാവട്ടെ. കാരണം നിങ്ങൾ എന്നെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയതല്ലേ, എന്നെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയതുപോലെ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ കാരുണ്യം ഉണ്ടാവട്ടെ. ആ സമയത്ത് ഉമ്മ മകനോട് പറയാൻ, റഹിമകല്ലാഹ് കമാ ബറർതനി കബീറ. ഇപ്പതാ ഈ പ്രായമുള്ള സമയത്ത് എനിക്ക് പുണ്യം ചെയ്യുന്ന മോനെ, നിനക്ക് അള്ളാഹുവിന്റെ റഹ്മത്ത് ഉണ്ടാവട്ടെ. എന്നിട്ടാണ് ഈ വാക്കുകളൊക്കെ കഴിഞ്ഞിട്ടാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയും, ഉമ്മ എനിക്ക് ഇങ്ങനൊരു കാര്യമുണ്ട്, ഞാനൊന്ന് അങ്ങാടിയിലേക്ക് പോട്ടെ. ആരാണത്? ചെറിയ കുട്ടിയല്ല. വലിയ പ്രായമുള്ള സമയത്ത് പോലും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉമ്മയോട് അനുവാദം ചോദിച്ചിട്ട് ഇറങ്ങിയെന്ന്. ആ ഒരു ബന്ധം നോക്കിക്കണി. അവിടെ പ്രിയപ്പെട്ടവരെ, നമ്മളാരെങ്കിലും ഇന്റെ സമ്മതം ചോദിച്ചോ എന്ന് ഉമ്മയോ വാപ്പയോ എന്തിനു ചോദിക്കണം? ഞാൻ ചോദിക്കണേ. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മുടെ ഉമ്മാന്റെ ഉപ്പാന്റെ ഒരു സമ്മതം ചോദിക്കുക എന്നുള്ളത്, അവർ പരിഗണിക്കുക എന്നുള്ളത്, ഇതിൽ രക്ഷിതാക്കൾ കൂടി ശ്രദ്ധിക്കണം. നമ്മുടെ ഉമ്മയും വാപ്പയും ജീവിച്ചിരിക്കുമ്പോൾ അവരെ കൂടി പരിഗണിക്കുക എന്നുള്ളത്, നമ്മളൊരു പുതിയ സംരംഭത്തിലേക്ക് ഇറങ്ങുമ്പോൾ അവരെ കൂടി പരിഗണിക്കുക എന്നുള്ളത് കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അതുപോലെ തന്നെ ഏഴാമത്തെ വിഷയമാണ് നമ്മുടെ മക്കളെ ഈ വെക്കേഷൻ സമയത്ത് അവരെ കൂടുതൽ നമ്മുടെ ദീനിയായി കൊണ്ടുള്ള ചരിത്രങ്ങളിൽ പഠിപ്പിക്കപ്പെട്ട ഹീറോകളെ പരിചയപ്പെടുത്തുക. പലപ്പോഴും അവർക്ക് പരിചയമുള്ളത് ഏതെങ്കിലും യൂട്യൂബ് ചാനൽ നടത്തുന്ന ആളുകളെ കുറിച്ചാണ്, ഇൻസ്റ്റാഗ്രാമിലെ ഏതെങ്കിലും നേതാക്കന്മാരെ കുറിച്ചാണ്, അല്ലെങ്കിൽ ധാരാളമായിട്ട് കുട്ടികളെ സ്വാധീനിക്കുന്ന പല പേരുകളിലുള്ള വ്യക്തികളെ കുറിച്ചാണ്. അവരുടെ പാട്ടുകളും അവരുടെ റീലുകളുമാണ് കുട്ടികൾക്ക് പരിചയമെങ്കിൽ ആ മക്കള് രാത്രി ഈ വരുന്ന സമയത്ത്, ആ മക്കളെ കടത്തിയുറക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കണം നമ്മുടെ മുൻഗാമികളെ കുറിച്ച്. ചെറിയ പ്രായത്തിൽ തന്നെ ഇസ്ലാമിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച ആളുകൾ. ഈ മിമ്പറിൽ വെച്ചുകൊണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ബദർ യുദ്ധത്തിൽ പറഞ്ഞ ഒരു വാചകം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ സ്വഹാബത്തിനെ നിർത്തുന്നു.
യുദ്ധത്തിന് വേണ്ടി ഇങ്ങനെ നിർത്തുകയാണ്. ആ സമയത്ത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ തന്റെ വലത്തോട്ടും ഇടത്തോട്ടും നോക്കി. 13 വയസ്സുള്ള 2 കുട്ടികളായിരുന്നു. വലതു ഭാഗത്തും ഒരു കുട്ടി, ഇടതു ഭാഗത്തും ഒരു കുട്ടി. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു വിചാരിച്ചു കുറച്ച് വലിയ ഒരാൾക്കാരാണെങ്കിൽ ഒന്നുകൂടി നന്നായിരുന്നു, കാരണം യുദ്ധത്തിന് ഇറങ്ങാണല്ലോ. ആ സമയത്താണ് അദ്ദേഹത്തിന്റെ വലതു ഭാഗത്തുള്ള കുട്ടി ചോദിക്കുന്നത്, യബ്ന അം, അല്ലയോ കാക്ക, നമ്മളെ ഭാഷയിൽ പറഞ്ഞങ്ങനെ, നിങ്ങൾ മക്കക്കാരനല്ലേ, നിങ്ങൾക്കറിയുമോ അബൂജഹലിനെ? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അറിയാം. എന്തേ? ഞാൻ വന്നിട്ടുള്ളത് അബൂജഹൽ നബി ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ആ അബൂജഹലിന്റെ തലയെറുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. 13 വയസ്സുള്ള കുട്ടി തന്റെ വാളും പിടിച്ചുകൊണ്ടാണ് പറയണത്. മുഅവ്വദ് ബിൻ അഫ്ര അതായിരുന്നത്. തന്റെ ഇടതുഭാഗത്തുണ്ടായിരുന്നു മുആദ് ബിൻ അംർ, ആ കുട്ടിയും അതേ വാചകം പറഞ്ഞു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറയാണ്, എനിക്ക് വല്ലാത്ത അഭിമാനം തോന്നിയ മക്കളുടെ കാര്യത്തിൽ. യുദ്ധം തുടങ്ങി ഇങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ അബൂജഹൽ ഇങ്ങനെ തന്റെ വാളും പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടന്നു പോകുന്നത് ഞാൻ കണ്ടു. ആ സമയത്ത് ഈ 2 മക്കളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ഏതൊരാളെയാണോ കാത്തിരിക്കുന്നത്, അതാ ആ പോകുന്നതാണ് ആ വ്യക്തി. ഈ 2 മക്കളും 2 പക്ഷികളെ പോലെ പറന്നുപോയി അബൂജഹലിനെ വെട്ടിക്കൊണ്ട് അവർ തിരിച്ചു വന്നത്. 13 വയസ്സാ. പ്രിയപ്പെട്ടവരെ, ഇവിടെ ജിഹാദിന് വേണ്ടി ഇറങ്ങണം എന്നല്ല ഞാൻ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം. നമ്മുടെ ദീനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ മുൻഗാമികളുടെ ചരിത്രം നമ്മൾ മനസ്സിലാക്കണം. അവർ ദീനിന്റെ വിഷയത്തിലെടുത്ത ത്യാഗം നമ്മൾ മനസ്സിലാക്കണം. നട്ടുച്ച സമയത്ത് പള്ളിയിലേക്ക് വരുന്നത് പോലെ നമുക്ക് പ്രയാസകരമാണെങ്കിൽ എങ്ങനെയാണ് കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുക? അവരുടെ മക്കൾക്ക് ബോധ്യപ്പെടുത്തണം നമ്മുടെ മുൻഗാമികൾ എങ്ങനെയായിരുന്നു, അവരുടെ ജീവിതം എങ്ങനെയായിരുന്നു എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. 8ാമത്തെ വിഷയം, കൂട്ടുകെട്ടുകൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇന്ന് ഈ ഒരു പ്രായത്തിലാണ്, അല്ലെങ്കിൽ ഈ ഒരു വെക്കേഷൻ സമയത്താണ് പല കുട്ടികളും പല ബന്ധങ്ങളിലേക്ക് പോകാറുള്ളത്. പ്രത്യേകിച്ച് നാട്ടിലുള്ള മറ്റു ഇതര വിഭാഗത്തിൽപ്പെട്ട ആളുകളുമായിട്ട്. ഞാൻ പറയുന്നത് ഒരിക്കലും മതപരമായിട്ടല്ല, മറിച്ച് ഈ ഖൗമിൽപ്പെട്ടവർ തന്നെയായിരിക്കും. പക്ഷേ നമ്മുടെ അത്ര ദീനി പഠനമോ നമ്മുടെ മക്കളുടെ അത്ര ദീനി അറിവോ ഒന്നും ഉണ്ടാവില്ല. അവർ ഏതെങ്കിലും ഒരു ഗ്യാങ് ആയിരിക്കും, ഏതെങ്കിലും ഒരു ഭാഗത്തിങ്ങനെ ഏതെങ്കിലും ഒരു മൂലയിൽ ഇരിക്കുന്നുണ്ടാകും. അവിടെ ചെന്നുകൊണ്ട് മക്കളിങ്ങനെ ബന്ധം പുതുക്കുമ്പോഴാണ് പലപ്പോഴും ലഹരിക്കടിമപ്പെടാറുള്ളത്, പല തോന്നിവാസങ്ങളും ചെയ്യാറുള്ളത്. ആ തരത്തിൽ പിന്നെ ഒരിക്കലും തിരിച്ചു കിട്ടാത്തൊരവസ്ഥയിലേക്ക് ഈ മക്കൾ മാറാറുള്ളത്. അവിടെ നമ്മുടെ രക്ഷിതാക്കളെ നിലക്ക് മനസ്സിലാക്കാം, നമ്മുടെ മക്കള് ആരോടാണ് കൂട്ടുകൂടുന്നത്, ആരോടൊപ്പമാണ് ഇങ്ങനെ പുറത്തേക്ക് നടക്കുന്നത്, വൈകുന്നേരങ്ങൾ ആരുടെ കൂടെയാണ് ഇരിക്കുന്നത്. ഒരു രക്ഷിതാവ് തീർച്ചയായും ശ്രദ്ധിക്കണം. അതൊരിക്കലും ആ കുട്ടിയോട് വെറുപ്പുള്ളത് കൊണ്ടല്ല. ആ കുട്ടിക്കറിയൂല ആ മനുഷ്യൻ ഏതൊരവസ്ഥയിലേക്ക് ഈ കുട്ടിയെ കൊണ്ടുപോകുമെന്നുള്ളത്. പലപ്പോഴും പല തിന്മകളിലേക്കും എത്തപ്പെട്ടതിന് ശേഷമാണ് തിരിച്ചു കയറാൻ പറ്റാത്ത രൂപത്തിൽ നിൽക്കുന്ന സമയത്താണ് ഞാൻ പെട്ടുപോയി എന്ന് മക്കൾക്ക് മനസ്സിലാക്കുക. അതിനു മുമ്പേ രക്ഷിതാക്കൾക്ക് അറിയാൻ പറ്റും, അവർക്ക് ലോകപരിചയമുണ്ട്, സമൂഹത്തെക്കുറിച്ച് ധാരണകളുണ്ട്. അതുകൊണ്ട് രക്ഷിതാവ് ഇടപെടണം. നിങ്ങൾക്കറിയുമോ, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കൂട്ടുകാരൻ ആരായിരുന്നു? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഒരു ബോണ്ടിങ് നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകന് നുബുവത്ത് കിട്ടിയിട്ട് ആദ്യമായി വന്ന് പറയുന്ന പുരുഷൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരൊറ്റ എതിർപ്പ് പോലും പറയും, ഒരു വാക്കുകൊണ്ട് പോലും എതിർപ്പ് പറഞ്ഞില്ല. നേരെ പറഞ്ഞു, അങ്ങനെ നിങ്ങൾ പ്രവാചകനാ എന്നാ ഞാനിത് വിശ്വസിച്ചിട്ടുണ്ട്. അശ്ഹദു അന്നക റസൂലുള്ളാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ഒരു ബന്ധം അത്രയുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളൊരു ദീനിയായ കാര്യം പറഞ്ഞാൽ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് അത് അംഗീകരിക്കോ? നമ്മളൊന്ന് സ്വയം പരിശോധിച്ച് നോക്കിക്കണേ. നമ്മളിപ്പോൾ ഇങ്ങനെ ഈ ഖുതുബയൊക്കെ കേട്ട് നമ്മുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തി, ഞാൻ ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ, നിനക്കിത് സ്വീകരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ നമ്മുടെ എത്ര കൂട്ടുകാരന്മാർ അംഗീകരിക്കും? ഇല്ലല്ലേ? അവിടെ നമുക്ക് പോരായ്മകളുണ്ട്. നമ്മുടെ വ്യക്തിയുടെ രഹസ്യ ജീവിതം നമ്മുടെ കൂട്ടുകാർക്കറിയാം, നമ്മുടെ തോന്നിവാസങ്ങൾ നമ്മുടെ കൂട്ടുകാർക്കറിയാം. ഏതെങ്കിലും ദേഷ്യം വരുന്ന സമയത്ത് നമ്മുടെ നാവിൽ നിന്ന് വരുന്ന പദങ്ങൾ നമ്മുടെ കൂട്ടുകാർക്കറിയാം. അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്ന ദീന് ഒരു പക്ഷേ അവർ സ്വീകരിച്ചു കൊള്ളണമെന്നില്ല. അവിടെ നമ്മൾ മാറണം. ഇനി നിങ്ങൾക്കറിയുമോ ഒരു കൂട്ടുകാരൻ കാരണത്താൽ നരകത്തിലെത്തപ്പെട്ടൊരു വ്യക്തിയെക്കുറിച്ച്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക കാലഘട്ടത്തിൽ 2 മുശ്രിക്കുകളുടെ നേതാക്കന്മാരായിരുന്നു ഉഖബത്ത് ബിൻ അബീ മുഅയ്തും ഉബയ്യ് ബിൻ ഖലഫും. 2 പേരും നേതാക്കന്മാരാണ്. ഈ ഉബയ്യ് ഒരിക്കൽ ഒരു യാത്ര പോയി. ആ സമയത്താണ് അയാളുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടായ ഉഖബത്ത് ബിൻ അബീ മുഅയ്ത് തന്റെ വീട്ടിൽ ഒരു സൽക്കാരം ക്ഷണിച്ചു. മക്കയിലെ ഒട്ടുമിക്ക നേതാക്കന്മാരുണ്ട്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ചെന്നു. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഇസ്ലാം സ്വീകരിക്കാതെ ഞാൻ അത് കഴിക്കൂല എന്ന് പറഞ്ഞു.
നിങ്ങൾ ഇസ്ലാം സ്വീകരിക്കണം, എന്നാലേ അത് കഴിക്കുള്ളൂ. അപ്പൊ അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് വേഗം ഉഖബത്ത് ബിൻ മുഅയ്ത്ത് ഷഹാദത്ത് കലിമ ചൊല്ലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ കൂടി പിന്നെ തിരിച്ചു പോന്നു. പക്ഷെ അത് നാട്ടിൽ വലിയ ചർച്ചയായി. ഈ ഉഖബത്ത് ബിൻ മുഅയ്ത്തിന്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടായിരുന്ന ഉബയ്യ് ബിൻ ഖലഫ് പിന്നെ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരികയാണ്. തിരിച്ചു വരുമ്പോ കേൾക്കുന്നത് തന്റെ കൂട്ടുകാരൻ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അല്ലാത്ത ദേഷ്യത്തോടുകൂടി ഉബയ്യ് വന്നിട്ട് പറഞ്ഞു, നീയുമായിട്ട് യാതൊരു ബന്ധവും എനിക്കില്ല എന്ന് പറഞ്ഞു. ഉഖബത്ത് ബിൻ മുഅയ്ത്ത് പറഞ്ഞു, ഞാൻ ഇസ്ലാം സ്വീകരിച്ചിട്ടൊന്നുമില്ല, ഞാൻ വെറുതെ ആ സമയത്ത് രക്ഷപ്പെടാൻ വേണ്ടി ചെയ്തതാ. അത് പറഞ്ഞാ പോരാ, ഞാൻ പറഞ്ഞതുപോലെ നീ ചെയ്യണം. ഉബയ്യ് പറയാണ്, നീ നേരെ മുഹമ്മദിന്റെ അടുത്ത് പോകണം, മുഹമ്മദിന്റെ മുഖത്ത് പോയി തുപ്പണം, എന്നാ ഞാൻ നീ പറഞ്ഞത് അനുസരിക്കാം, ഞാൻ നിന്നെ അംഗീകരിക്കും, നിന്റെ കൂട്ടുകാരനായിട്ട് കൊണ്ട് നടക്കും. തന്റെ കൂട്ടുകെട്ട് നഷ്ടപ്പെടുമെന്നുള്ള ഒറ്റ കാരണത്താൽ ഈ ഉബയ്യ് ബിൻ ഖലഫ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഉഖബത്ത് ബിൻ അബീ മുഅയ്ത്ത് എന്ന് പറയുന്ന മനുഷ്യൻ പ്രവാചകൻ അന്വേഷിച്ചു നടന്നു. പ്രവാചകൻ ഇരിക്കുന്ന ഭാഗത്ത് ചെന്ന് പ്രവാചകന്റെ മുഖത്തേക്ക് തുപ്പി. തന്റെ കൂട്ടുകെട്ട് നഷ്ടപ്പെടരുത് എന്നുള്ള ചിന്തയിൽ. ഇവരെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ ആയത്തിറങ്ങി. ഈ രണ്ടാളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഖുർആനിൽ ആയത്തിറങ്ങി. 25-ാം അധ്യായം 27, 28, 29 ആയത്തുകൾ. എന്താണ് ആയത്തെന്നറിയോ? വയൗമ യഅദ്ദു الظാലിമു അലാ യദൈഹി യഖൂലു യാ ലൈതനി ഇത്തഖദതു മഅർ റസൂലി സബീലാ. വയൗമ യഅദ്ദു الظാലിം, അന്നേ ദിവസം അക്രമകാരി അലാ യദൈഹി, തന്റെ വിരൽ ഇങ്ങനെ കടിക്കും. ആ ആക്രമിച്ചവൻ തന്റെ വിരൽ കടിക്കും. എന്നിട്ട് യഖൂൽ, അവൻ പറയും, യാ ലൈതനി ഇത്തഖൽതു മഅർ റസൂലി സബീലാ, ആ പ്രവാചകന്റെ കൂടെ ഞാനൊരു വഴി സ്വീകരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്നവൻ പറയും. എന്നിട്ട് അവൻ വീണ്ടും വിളിച്ചു പറയും, യാ വൈലതാ ലൈതനി, എന്റെ നാശമേ, എന്റെ കഷ്ടമേ, ലൻ അത്തഖിദു ഫുലാനൻ ഖലീലാ, ഞാനിതാ ഈ ഒരു സുഹൃത്തിനെ സ്വീകരിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. ഉബയ്യ് ബിൻ ഖലഫിനെ കുറിച്ച്, അല്ലെങ്കിൽ ഉബയ്യിനെ സ്വീകരിച്ചതിനെ കുറിച്ച് ഉഖബത്ത് ബിൻ അബീ മുഅയ്ത്തിന്റെ വാക്കാണ് ഈ പറയുന്നത്. നാളെ പരലോകത്ത് അയാൾ പറയും, അത്രയും നിന്ദ്യമായ ശിക്ഷ ഉണ്ടാവും അയാൾക്ക്. അവിടെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ കൂട്ടുകെട്ട്, നമ്മുടെ മക്കളുടെ കൂട്ടുകെട്ട്, ഈ വിഷയത്തിൽ ശ്രദ്ധയുണ്ടാവണം. കാരണം നമ്മുടെ തിന്മയിലേക്ക് കൊണ്ടുപോകാൻ നമ്മുടെ കൂട്ടുകാരെ കൊണ്ട് കഴിയും. ദീനിൽ നിന്ന് പൂർണ്ണമായി അകറ്റി നിർത്താൻ ഈ കൂട്ടുകാരെ കൊണ്ട് കഴിയും. അതുകൊണ്ട് തന്നെ ആരെ സ്വീകരിക്കുന്നു എന്നുള്ളത് നല്ലോണം ശ്രദ്ധിക്കണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽമർഉ അലാ ദീനി ഖലീലിഹി ഫൽയൻദുർ അഹദുകും മൻ യുഖാലിൽ. ഒരാൾ തന്റെ കൂട്ടുകാരനെ സ്വീകരിക്കുമ്പോൾ ശ്രദ്ധിക്കണം, അവന്റെ കൂട്ടുകാരന്റെ മതത്തിലായിരിക്കും എന്ന് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഗൗരവം നമ്മൾ ഉൾക്കൊള്ളുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ നന്മകൾ ചെയ്യുന്ന ആളുകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ അവധിക്കാലത്ത് നമ്മുടെ മക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു രക്ഷിതാവും വിദ്യാർത്ഥികളും ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളെക്കുറിച്ചാണ് ഓർമ്മപ്പെടുത്തിയത്. അതിൽ 8 കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. 9ാമത്തെ വിഷയം, നമ്മുടെ മക്കളെ കൂടി കാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാക്കുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ കല്യാണത്തിന് പോകുമ്പോൾ മക്കളെ കൊണ്ടുപോകും, എന്നാൽ ഒരു ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ മക്കളെ കൊണ്ടുപോകാറില്ല. അത് തിരുത്തണം. കാരണം അവിടെ പോയി ആ മക്കൾ കാണണം, അവിടുത്തെ അവസ്ഥകൾ കാണണം. കഴിയുമെങ്കിൽ ഏതെങ്കിലും വൃദ്ധസദനങ്ങൾ ഉണ്ടെങ്കിൽ, അവിടെ പ്രയാസം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അവരെ പോയി കാണണം. രോഗികളുടെ അടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് രോഗപകർച്ചയില്ലാത്ത രോഗങ്ങളാണെങ്കിൽ അവിടെ കൂടി നമ്മുടെ മക്കളെ കൊണ്ടുപോകുക. ഓരോരുത്തരും അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ കാണുമ്പോഴാണ് കുട്ടിയുടെ മനസ്സ് നൈർമല്യത്തിലേക്ക് വരിക. ആ രൂപത്തിൽ പ്രവർത്തിക്കാൻ കൂടി നമ്മൾ സന്നദ്ധമാക്കുക. 10ാമത്തെ വിഷയം, മികച്ച മാതൃകയുള്ള രക്ഷിതാവായി നമ്മൾ മാറണം. ഏറ്റവും പ്രധാനം പ്രിയപ്പെട്ടവരെ, നമ്മൾ 1000 പ്രസംഗം നടത്തുന്നതിനേക്കാൾ, 1000 ക്ലാസ്സുകളിലേക്ക് അവരെ പങ്കെടുപ്പിക്കുന്നതിനേക്കാൾ നല്ലത് ഒരൊറ്റ തവണ നമ്മുടെ ജീവിതത്തിൽ കാണിച്ചു കൊടുത്താൽ മതി. ശക്തമായ മഴയുള്ള സമയത്ത്, ശക്തമായ ചൂടുള്ള സമയത്തൊക്കെ എന്റെ വാപ്പുണ്ടല്ലോ ഒരു വക്ത് പോലും മുടക്കാതെ പള്ളി പോകുന്നുണ്ടെന്ന് നമ്മുടെ കുട്ടിക്ക് മനസ്സിലാവണമെങ്കിൽ അതിനോളം വലിയ ഒരു ദീന് കിട്ടാനില്ല. കുറെ ആയത്തുകൾ പഠിപ്പിച്ചു കൊടുക്കലല്ല, നമ്മുടെ ജീവിതമാണ് കാണിച്ചു കൊടുക്കേണ്ടത്. ഉമ്മമാരെ ശ്രദ്ധിച്ചോളൂ, നമ്മുടെ ജീവിതം. നമ്മൾ ഫുൾ ടൈം ഫോണിൽ, എന്നിട്ട് മക്കളോട് പറയാം ഫോൺ ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ. ആദ്യം നമ്മൾ ഫോൺ വെക്കണം, ടിവിയുടെ റിമോട്ട് നമ്മൾ ഓഫ് ചെയ്യണം, നമ്മൾ മാറ്റിവെക്കണം, എന്നിട്ട് നമ്മൾ റോൾ മോഡലുകളായിട്ട് മാറണം. അപ്പോഴാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് കാര്യമുള്ളൂ. അതല്ല എങ്കിൽ കേവലം ഒരു പ്രഹസനം മാത്രമാകും. ഒരു പക്ഷേ നമ്മളെ പേടിച്ചുകൊണ്ടോ, നമ്മുടെ അടി പേടിച്ചുകൊണ്ടോ, നമ്മുടെ ചീത്ത പേടിച്ചുകൊണ്ടോ ഒരു പക്ഷേ കുട്ടികൾ അപ്പോൾ അനുസരിച്ചു എന്ന് വരാം. എന്നാൽ അവർ നമ്മളോടൊപ്പം ആകുന്നൊരു സമയമുണ്ട്. ഒരു പക്ഷേ നമ്മളെക്കാൾ അവർ ശാരീരികമായി കൊണ്ടും മാനസികമായും വളരുന്നൊരു സമയമുണ്ട്. അപ്പൊ അവരിതിനൊക്കെ പ്രതികാരം പറയും.
അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ റോൾ മോഡലാവണം. ഈ ഇരിക്കുന്ന രക്ഷിതാവിനോടാണ് ഈ പറഞ്ഞ 9 കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. നമ്മൾ എത്രത്തോളം ദീന് പഠിക്കാൻ വേണ്ടി ഇറങ്ങുന്നുണ്ട്. നമ്മൾ ഖുർആൻ ക്ലാസ്സിലേക്ക് വരണം. നമ്മുടെ ചുറ്റുഭാഗത്തുണ്ട്. നിങ്ങൾ ഇതിന്റെ ഭാരവാഹികളോട് ചോദിക്കണം, എന്റെ കുട്ടി ഇത്ര വയസ്സുണ്ട്, ഞാൻ എവിടെയാണ് ചേർക്കണ്ടേ? ഈ വെക്കേഷൻ ക്ലാസ് വല്ലതും നിങ്ങൾ നടത്തുന്നുണ്ടോ ഇല്ലേ? ഞാൻ എന്നാണ് അതിൽ പങ്കെടുക്കേണ്ടത്? നമ്മളെ ആവശ്യം പ്രിയപ്പെട്ടവരെ, അത് ഈ പള്ളിന്റെ ആവശ്യമല്ല, ഏതെങ്കിലും സംഘടനന്റെ ആവശ്യമല്ല. എന്റെ മകൻ നേരാവാ എന്നുള്ളത് എന്റെ ആവശ്യമാണ്. എന്നോളം വലിയൊരു ആവശ്യം ഈ സമൂഹത്തിന് ഉണ്ടാവില്ല. കാരണം ആ കുട്ടി നന്നായാൽ ഉപകാരം എനിക്കാ, ആ കുട്ടി മോശമായാൽ ഏറ്റവും വലിയ പ്രയാസം അനുഭവിക്കേണ്ടത് ഞാൻ. ആ ഒരു ബോധ്യം പ്രിയപ്പെട്ട രക്ഷിതാക്കൾ ഉണ്ടാവണം. നമ്മുടെ മക്കൾക്ക് ദീന് പഠിക്കാനുള്ള ഒരുപാട് സൗകര്യങ്ങളുണ്ട്. ആ സൗകര്യങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്താം. പ്രത്യേകിച്ച് നമ്മുടെ കുടുംബത്തിൽ ഒരു കുട്ടിയെങ്കിലും ധാരാളമായിട്ട് നല്ല അറിവുള്ള ഒരു മകനായണം. ആ നിലക്ക് ഖുർആൻ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ, ഹിഫ്ള് സംരംഭങ്ങൾ നമ്മുടെ മുണ്ടൂര് ഭാഗത്തുണ്ട്, നമ്മുടെ ജില്ലയിലുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ജാമിയത്തുൽ ഹിന്ദ് നമുക്കറിയാം. 10ാം ക്ലാസ് കഴിഞ്ഞാൽ മക്കൾക്ക് ധാരാളമായിട്ട് പഠിക്കാൻ, ആഴത്തിൽ പഠിക്കാനുള്ള അവസരങ്ങളാണ്. ആ അവസരങ്ങളൊക്കെ എന്റെ കുട്ടി അതിൽ ഉണ്ടാവണം, എന്റെ കുട്ടി ഇത് പഠിക്കണം എന്ന ചിന്തയോടുകൂടി നമ്മുടെ മക്കളുടെ വിഷയത്തിൽ ഒരു കുറച്ച് ഗൗരവത്തോടു കൂടിയുള്ള ഇടപെടൽ നമ്മളിൽ ഉണ്ടാവണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയും നമ്മുടെ മക്കളെയും നാളെ പരലോകത്ത് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് ആളുകൾ പ്രാർത്ഥന കൊണ്ട് വസിയത്ത് നൽകിയിട്ടുണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥനകൾ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത് യാ ഖാദിൽ ഹജാത്ത്. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين. അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി ആപ്പ് നിങ്ങളിലേക്ക്. വായനയുടെ വിസ്മയ ലോകം ഇനി താങ്കളുടെ മൊബൈൽ ഫോണിൽ ലഭ്യം. ജമീൽ ഓൺലൈൻ ലൈബ്രറി മൊബൈൽ ആപ്ലിക്കേഷനിലെ പ്രത്യേകം തയ്യാറാക്കിയ ഡോക്യുമെന്റ് സെക്ഷൻ താങ്കളുടെ ഒഴിവ് സമയങ്ങളെ ഏറെ വിജ്ഞാനപ്രദമാക്കും. വിവിധ വിഷയങ്ങളിലുള്ള പുസ്തകങ്ങൾ, ലഘുലേഖകൾ, വീഡിയോ തുടങ്ങി വായനയ്ക്ക് മാറ്റുകൂട്ടുന്ന അനേക വിഭവങ്ങളുമായി ജമീൽ ആപ്പ്. വായനയ്ക്ക് പുറമെ ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ജമീൽ ആപ്പിൽ പ്രത്യേക സംവിധാനം. വേഗമാകട്ടെ. ജമീൽ ആപ്പ് ആൻഡ്രോയിഡ് മൊബൈലുകളിൽ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ മൊബൈലുകളിൽ ആപ്പ് സ്റ്റോറിൽ നിന്നും സൗജന്യമായി ഡൗൺലോഡ് ചെയ്യാം. ഇനി ജമീൽ നിങ്ങളുടെ ജീവിതത്തിലും ആത്മമിത്രമാകട്ടെ. ജമീൽ, the soulmate. Peace Radio, tuned to reality.